ചന്ദ്രബോസ് വധം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. പ്രതി നിഷാമിനെ രക്ഷപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും നീക്കം നടത്തിയതായി ആരോപണങ്ങൾ ഉയർന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് നിഷാമിനെ സഹായിച്ചതിന്റെ പേരിൽ നടപടി നേരിടേണ്ടി വന്നത്. ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ 16 ദിവസം കഴിഞ്ഞിരുന്ന ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തതും പ്രധാന തെളിവായ രക്തം പുരണ്ട വസ്ത്രങ്ങൾ നഷ്ടപ്പെടുത്തിയതും പോലീസിന്റെ ഗുരുതര വീഴ്ചകളിൽ ചിലത്. ഇത് പ്രതി മുഹമ്മദ് നിഷാമിനെ സഹായിക്കാനുള്ള നീക്കമായും പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായി ഉയർന്നു. നിസാമുമായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ് അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുതല അന്വേഷണം ചെന്നെത്തിയത് സസ്പെൻഷനിലാണ്. ജേക്കബ് ജോബിനെ ഇതുവരെയും സർവീസിലേക്ക് തിരികെ പ്രവേശിപ്പിച്ചിട്ടില്ല. DGP KS ബാലസുബ്രഹ്മണ്യം നിസാമിനെ രക്ഷപ്പെടുത്താൻ നീക്കം നടത്തിയെന്ന ആക്ഷേപവുമായി ഒരു വേള PC ജോർജ് രംഗത്തെത്തി. ഇതിന് തെളിവായി ജേക്കബ് ജോബിന്റെ ഫോൺ സംഭാഷണവും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തി. നിസാമിനെ വിചാരണയ്ക്കായി കൊണ്ടുവരുമ്പോൾ കൈവിലങ്ങ് മറയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തും മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങളെടുക്കാൻ അനുവദിക്കാതെയും പോലീസ് നടത്തിയ സേവയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു. തൃശൂരിലെ ഹോട്ടലിൽ ബന്ധുക്കളെ കാണാൻ നിസാമിനെ അവസരമൊരുക്കിയ 5 പോലീസുകാർക്കും കിട്ടി വകുപ്പുതല നടപടി. ജയിലിൽ കഴിയവേ MLA PA മാധവനും DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടിയും നിസാമിനെ സന്ദർശിച്ചുവെന്ന ആരോപണവും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു. വിസ്താരവേളയിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും നിസാമിന്റെ കുടുംബാംഗങ്ങൾ നീക്കം നടത്തിയെന്ന ആക്ഷേപം കോടതിയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിമരുന്നായി. ഈ വിധത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ചന്ദ്രബോസ് വധക്കേസിന്റെ വിധി അതിനാൽ തന്നെ കേരളം ഉറ്റുനോക്കുകയാണ്. റിപ്പോർട്ടർ, തൃശൂർ.